വയനാട് പുൽപ്പള്ളിയിൽ കടുവ ഇറങ്ങുന്നത് സ്ഥിരം സംഭവമാവുകയാണ്. മാസങ്ങൾക്ക് മുമ്പാണ് കടുവ പാതി തിന്ന ഒരു പശുവിൻ്റെ ജഡവുമായി പുൽപ്പള്ളിക്കാർ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇപ്പോഴിതാ അമരക്കുനിയിലാണ് കടുവ ഇറങ്ങി ആടിനെ കൊന്നത്. കടുവ എത്തിയത് ജനവാസ മേഖലയിലാണ് എന്നത് ഈ പ്രദേശത്ത് ആശങ്കയേറ്റുകയാണ്. പ്രദേശത്ത് വനം വകുപ്പ് നടപടികൾ വേഗത്തിലാക്കുന്നുണ്ട്. കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കൽപ്പറ്റ പെരുന്തട്ടയ്ക്ക് പുറമെ കടുവാപ്പേടിയിലാണ് പുൽപ്പള്ളി അമരക്കുനി. ഇവിടെ കടുവ ഒരാടിനെ കടിച്ചു കൊന്നു. കടുവയെ നേരിൽ കണ്ട അമരക്കുനി സ്വദേശി ജെസ്സി അനുഭവം പറയും. രാവിലെ 8 മണിയാകുമ്പോൾ ചേട്ടനെന്നും പറമ്പിലേക്ക് പണിക്ക് പോകുന്നതാണ്. അപ്പോൾ അടുത്ത വീട്ടിലെ കൊച്ച് ഡെയിലി പോകുന്നതാണ് പണിക്ക്. അപ്പോൾ അടുത്ത വീട്ടിലെ കൊച്ച് ഓടി വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ കടുവ അവരുടെ ആടിനെ പിടിച്ചു, പറമ്പിൽ കടുവ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ചേട്ടനെ വിളിക്കാനുണ്ട് ഓടിച്ചെന്ന് അങ്ങോട്ട് പോയ വഴിക്ക് കടുവയെ കണ്ടില്ല. തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കൂട്ടിമുട്ടിപ്പോയി. കടുവ തൊട്ട് മുമ്പിൽ കിടക്കുമായിരുന്നു. ഞാനും കടുവ എന്നെ ഒന്ന് നോക്കി ഞാനും ഒന്ന്. എന്നിട്ട് തിരിച്ച് ഞാൻ വീണ്ടും മുമ്പോട്ട് ഓടാൻ തോന്നിയില്ല, പുറകോട്ട് തന്നെ തിരിച്ചോടി. അമരക്കുനിയിൽ കടുവയെത്തിയത് ഇന്ന് പുലർച്ചെ. നാരകത്തറയിൽ ജോസഫ് എന്ന പാപ്പച്ചന്റെ ആടിനെ കൂട്ടിൽ നിന്ന് പിടികൂടി വലിച്ചിഴച്ചു കൊണ്ടുപോയി പറമ്പിൽ കൊന്നിട്ടു. ഇന്ന് രാവിലെ വെച്ചോടാൻ ചെല്ലുമ്പോൾ പട്ടിക്കൂട് ചരിഞ്ഞ് കിടപ്പുണ്ട്. പട്ടിയെ പിടിക്കാൻ നോക്കിയതാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഈ പട്ടിക്കൂടിൻ്റെ അടുത്ത് തന്നെയാണ് ആട്ടിൻകൂട്ടുള്ളത്. അപ്പോൾ ആട്ടിൻകൂട്ടിൽ നോക്കുമ്പോൾ ഒരു 2 ആടുണ്ടായിരുന്നു, ഒരെണ്ണത്തിൽ കാണുന്നില്ല. അപ്പോൾ ഈ പുൽക്കൂടി കൂടെ ആടിനെ വലിച്ചെടുത്തൊക്കെ പോലെ കാണുന്നുണ്ട്, രോമൊക്കെ പിടിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്തെങ്കിലും മൃഗം പിടിച്ചുകൊണ്ടായിരിക്കും എന്നുള്ള ചിന്ത വരുന്നത്. കാപ്പി പറിക്കുന്ന കാലമാണ്. പ്രദേശം തോട്ടങ്ങൾ നിറഞ്ഞതും നെഞ്ചിടിപ്പേറുന്നുണ്ട് നാട്ടുകാരുടെ. വിളവെടുപ്പിൻ്റെ ഒരു സമയമാണ്. കാപ്പി, കുരുമുളക് ഇതൊക്കെ പറിക്കാനും അടയ്ക്ക പറിക്കാനും ഒക്കെ ഈ നമ്മുടെ കൃഷിയിടത്തേക്ക് പോകുമ്പം അവിടെ ഈ കാപ്പി ആയതുകൊണ്ട് അടഞ്ഞ പ്രദേശമായതുകൊണ്ടും ഏത് ജീവി എവിടെ വന്ന് കിടന്നാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കർണാടക ഫോറസ്റ്റിൻ്റെ ഒരു ബോർഡർ കൂടിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെ കൂട്ടിലാക്കണം. അപ്പോൾ എന്തായാലും വിളിച്ചപ്പോൾ തന്നെ ഫോറസ്റ്റ് DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ട്. റേഞ്ച് ഓഫീസറും ഡെപ്യൂട്ടി റേഞ്ചറും വന്നു. സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ RRT ടീം അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനെ കൂട്ടിനുള്ളിലാക്കണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം. വന്യമൃഗശല്യം കൊണ്ട് സംഘർഷമുണ്ടായ പ്രദേശമാണ് പുൽപ്പള്ളി. കടുവ പാതി തിന്ന പശുവുമായി പ്രതിഷേധം നടന്നത് കഴിഞ്ഞ വർഷം. കാട്ടാന ആക്രമണത്തിൽ പാക്കത്തെ പോൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു പുൽപ്പള്ളിയിൽ കടുവ ആക്രമണവും ഉണ്ടായത്. അതിനാൽ തന്നെ വനം വകുപ്പ് നടപടികൾ വേഗത്തിലായി. DFO അജിത് K. രാമൻ നേരിട്ടെത്തി മേഖല പരിശോധിച്ചു. ഇത് തൊട്ടടുത്തുള്ള വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടൈഗർ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ID നമുക്ക് ഇതുവരെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടാത്തത് ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഇതിൽ 24 മണിക്കൂറും നമ്മുടെ പാട്രോളിംഗ് സംഘം ഇവിടെ ഉണ്ടാവും. പ്രദേശത്ത് കൂടെത്തിച്ചു. കൊന്ന ആടിനെ തന്നെയാണ് കൂട്ടിനുള്ളിൽ വെച്ചിട്ടുള്ളത്. കടുവ കെണിയിൽ വീഴാതെ ആശങ്ക ഒഴിയില്ല ഈ നാട്ടുകാർക്ക്. വയനാട്ടിൽ കാപ്പിക്കുരു അടക്കമുള്ള വിളകൾ പറിക്കുന്ന സമയമാണിത്. ഈ സമയത്താണ് കടുവയുടെ ആക്രമണം. അതുകൊണ്ട് തന്നെ ആശങ്കയേറുന്നുണ്ട് ജനങ്ങൾക്ക്. നടപടി വേഗത്തിലുണ്ടാകണം. കടുവയെ കൂടുവെച്ച് പിടികൂടണം. ഇത്തരം ആവശ്യങ്ങളാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അവിടെ കടുവയെ പിടികൂടാൻ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കടുവ കൂട്ടിലാകും വരെ ഇവിടുത്തെ ജനങ്ങൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. തന്നെയുമല്ല, കടുവ ആ പരിസരത്ത് തന്നെ ജനവാസ മേഖലയിൽ തന്നെ ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. അവരിൽ പലരും അതിനെ കാണുകയും ചെയ്തു. കൂടുതൽ പ്രതികരണങ്ങൾ കാണും. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഒന്ന് വിളവെടുക്കുന്ന സമയമാണ്. കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്, അടയ്ക്കയുണ്ട്, ഇതെല്ലാം വിളവെടുക്കുന്ന സമയമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവിടെ കടുവയുടെ ശല്യം ഉണ്ടായിരുന്നു. നൈറ്റ് വാച്ചർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഈ ഒരു ശല്യം, വന്യമൃഗശല്യം പൊതുവെ കടുവ മാത്രമല്ല ബാക്കി എല്ലാ ശല്യങ്ങളും, അത് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു നടപടി കൂടി സ്വീകരിക്കണം എന്നാണ് അഭിപ്രായം. ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അഭിനന്ദനാർഹമാണ്. വനംവകുപ്പിന് അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ. നമുക്കറിയാം, ഇവിടെ കൃഷിക്കാർ തിങ്ങി പാർക്കുന്നൊരു സ്ഥലമാണ്, കാർഷിക മേഖലയാണ്. ഇപ്പോൾ കാർഷിക മേഖലയുടെ വിളവെടുപ്പ് സമയമാണ്. അതിന് അടയ്ക്ക, അതുപോലെ തന്നെ കാപ്പി, കുരുമുളകും ഒക്കെ വിളവെടുക്കുന്ന ഈ സമയത്ത് കൃഷിക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് വരും. കാരണം ആരും പണിക്കൊന്നും കിട്ടാതെ വരും. കാരണം എല്ലാവരും ഭയങ്കര ഭയാശങ്കയിലാണ്. എത്രയും പെട്ടെന്ന് കൂടുവെച്ച് ഇതിനെ പിടിക്കുകയാണ് വേണ്ടത്. പിടിച്ചിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ആശങ്ക മാത്രമല്ല, ഇവിടെ ക്ഷീരമേഖലയുള്ള ആൾക്കാരുണ്ട്. പശുവിന് പുല്ല് വെട്ടാൻ പോകാത്ത ഒരവസ്ഥയാണ്.
നിലവിലുള്ളത്. പ്രശ്നം സങ്കീർണമാക്കാൻ ജനങ്ങളുടെ അടുത്ത് ഇന്ന് ഫോറസ്റ്റുകാർ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാലും ഒരു പൈസ നാളെ ഇതുവരെ ആർക്കും കൊടുത്തതായിട്ട് അറിവില്ല. ഇവർ നഷ്ടപരിഹാരം എന്നും പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കില്ല മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വിളവെടുപ്പ് സീസണാണ്. ആദിവാസികളടക്കം, ആദിവാസി സ്ത്രീകളും പുരുഷന്മാരടക്കമാണ് ഇവിടെ തോട്ടങ്ങളിൽ പണിക്ക് വരുന്നത്. അവർ കൂട്ടമായിട്ടല്ല വരുന്നത്, 1-2 പേരൊക്കെ ആയിട്ടാണ് വരുന്നത്. അവരൊക്കെ ഇങ്ങനെ ഈ കാപ്പിത്തോട്ടത്തിൽ ആളില്ലാത്ത സ്ഥലത്തേക്ക് വന്നിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുനിന്നായിരുന്നു. ഞങ്ങൾ 3 മണിയായപ്പോൾ നമ്മൾ പോലീസുകാരെ വിളിച്ച് പറയായിരുന്നു നിങ്ങളുടെ മുന്നിൽ കൂടെ പോകുന്നതെന്ന്. അപ്പോഴത്തേക്ക് നമ്മൾ എണീറ്റ് ലൈറ്റൊക്കെ ഇട്ട് പടക്കമൊക്കെ പിടിച്ചു. ആ പടക്കത്തിന് ശബ്ദം കാരണം മേളിലേക്ക് കയറിയെന്ന് തോന്നുന്നു. പിന്നെ എന്താ വെച്ചാൽ മൊത്തം കാപ്പി പറിക്കുന്ന സമയമൊക്കെയാണ്. കുരുമുളകും കാപ്പിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നാട്ടുകാരെല്ലാം ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്.